നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം ഇന്ന് തുടങ്ങും. വഖഫ് നിയമ ഭേദഗതി, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലടക്കം ചർച്ചകളുടെ നാൾ വഴികളിൽ തന്നെ പ്രതിഷേധമുയർന്ന 15 ബില്ലുകൾ ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. വയനാട്ടിലേതടക്കം രാജ്യത്തെ ഞെട്ടിച്ച ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ ഭേദഗതി ബില്ലും ഈ സമ്മേളനത്തിൽ കൊണ്ടുവന്നേക്കും. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ വിമർശനം ആവർത്തിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാണക്കാട് തങ്ങളെ വിമർശിച്ച് രാഷ്ട്രീയ വിമർശനമാണെന്നും മറ്റൊന്നുമല്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. കോഴിക്കോട് സൗത്ത് CPM ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തതിനു ശേഷം സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ബാബരി മസ്ജിദ് തകർക്കുമ്പോൾ എല്ലാ സഹകരണവും ചെയ്തു കൊടുത്തത് കോൺഗ്രസ് ആണെന്നും അന്ന് കേരളത്തിൽ മന്ത്രിസഭയിൽ കോൺഗ്രസിനൊപ്പമായിരുന്നു ലീഗെന്നും വർഗീയതയോട് വിട്ടുവീഴ്ച ചെയ്യുന്നത് കൊണ്ടാണ് ഈ മാറ്റമെന്നും അദ്ദേഹം വിമർശിച്ചു. പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിൽ ക്രെഡിറ്റ് എല്ലാവർക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും ഒരുപോലെ പ്രവർത്തിച്ചതുകൊണ്ടാണെന്നും KC വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി. പ്രിയങ്ക പാർലമെന്റിൽ ആദ്യം ഉന്നയിക്കുക വയനാട് ദുരന്തമായിരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം മഹാരാഷ്ട്രയിലെ തോൽവിയുടെ കാരണം കൂട്ടമായി പരിശോധിക്കുമെന്നും തിരിച്ചടി കോൺഗ്രസിന് മാത്രമല്ല മഹാവികാസ് അഘാഡിയിലെ എല്ലാ കക്ഷികൾക്കുമാണെന്നും വേണുഗോപാൽ പറഞ്ഞു. പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പുഷ്പാർച്ചന നടത്തി നിയുക്ത പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. ഉമ്മൻചാണ്ടിയുടെ കല്ലറ വൈകാരിക അടുപ്പമുള്ളയിടമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പാലക്കാട്ടേത് ജനങ്ങളുടെ വിജയമാണെന്ന് പറഞ്ഞ രാഹുൽ വർഗീയത ശക്തികളുടെ വോട്ട് വാങ്ങിയിട്ടില്ലെന്നും SDPയെ ശക്തമായി എന്നും എതിർത്തിട്ടുള്ളത് ലീഗാണെന്നും ചൂണ്ടിക്കാട്ടി. അതോടൊപ്പം എതിരാളികൾ തോൽവി അംഗീകരിക്കണമെന്നും പാലക്കാട്ടെ ജനങ്ങളെ വർഗീയത പറഞ്ഞ് പരിഹരിക്കരുതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തു. പാലക്കാട്ടെ ജയം ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമാണെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ MP പറഞ്ഞു. BJPയെ കോൺഗ്രസ് നിലംപരിശാക്കിയെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ജനരോഷം ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചെന്നും K സുധാകരൻ പറഞ്ഞു. P സരിൻ കാണിച്ചത് വലിയ ചതിയാണെന്നും സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിന് മുമ്പ് മറുപക്ഷം ചാടുന്നയാളെ വിശ്വസിക്കാനോ കൂടെ നിർത്താനോ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ചേലക്കരയിലെ തോൽവിക്ക് പിന്നാലെ കോൺഗ്രസിൽ അതൃപ്തി. പാലക്കാടിനേക്കാൾ മെച്ചപ്പെട്ട പ്രചരണം നടത്തിയിട്ടും ചേലക്കരയിൽ തോറ്റത് സംഘടനാ ദൗർലഭ്യം കൊണ്ടാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് കുറ്റപ്പെടുത്തി. തോൽക്കുമെന്ന് ഉറപ്പായ സ്ഥാനാർത്ഥിയെ അടിച്ചേൽപ്പിക്കുന്ന വിമർശനം ഉയർത്തി പ്രാദേശിക നേതാക്കളും രംഗത്തെത്തി. എന്നാൽ ചേലക്കരയിലുണ്ടായ തോൽവി പരിശോധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ചേലക്കരയിൽ LDFന്റെ ഭൂരിപക്ഷം കുറഞ്ഞത് പരിശോധിക്കുമെന്ന് ആലത്തൂർ MP K രാധാകൃഷ്ണൻ പറഞ്ഞു. ചേലക്കരയിലെ BJP വോട്ട് വർദ്ധിച്ചത് പ്രത്യേക സാഹചര്യത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു. വർഗീയ വേർതിരിവ് നടത്താനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നും BJPയുടെ വോട്ട് ശതമാനം കൂടിയ സാഹചര്യം പരിശോധിക്കുമെന്നും രാധാകൃഷ്ണൻ വ്യക്തമാക്കി. സരിൻ തിളങ്ങുന്ന നക്ഷത്രമാകാൻ പോകുന്നുവെന്നും ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പേരിൽ P സരിനെ ഏതെങ്കിലും തരത്തിൽ തളർത്താൻ നോക്കേണ്ടെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പറഞ്ഞു. സരിൻ ഇഫക്റ്റ് ഉണ്ടായില്ലെന്നത് അധിക്ഷേപിക്കുന്നത് സരിൻ്റെ കഴിവ് നന്നായി അറിയുന്നവരാണെന്നും സരിനെ CPM പൂർണ്ണമായി സംരക്ഷിക്കുമെന്നും പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടും പാർട്ടിയുടെ അടിസ്ഥാന വോട്ട് നഷ്ടമായില്ലെന്നും ബാലൻ പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും പാലക്കാട് CPM നടത്തിയത് ശക്തമായ രാഷ്ട്രീയ പോരാട്ടമെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. പ്രതീക്ഷിച്ച നേട്ടമുണ്ടാക്കാനായില്ലെങ്കിലും വോട്ട് കൂട്ടാനായില്ലെങ്കിലും കല്ലേറുകൾ കാര്യമാക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് കണ്ടത് SDPI ജമാഅത്തെ ഇസ്ലാമി UDF കൂട്ടുകെട്ടാണെന്നും അവരുടെ ഔദാര്യത്തിലാണ് UDF ജയിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് UDF ജയിച്ചത് വർഗീയ വോട്ട് കൊണ്ടാണെന്ന് ഡോക്ടർ P സരിൻ പറഞ്ഞു. പള്ളികളിൽ അടക്കം ലഘുലേഖ വിതരണം ചെയ്തെന്ന് ചൂണ്ടിക്കാട്ടിയ സരിൻ പാലക്കാട് കണ്ടത് അപകടകരമായ വിജയ ഫോർമുലയാണെന്നും കൂട്ടിച്ചേർത്തു. ലീഗ് അവരുടെ നിയന്ത്രണം തന്നെ SDPക്ക് നൽകിയെന്നും സരിൻ വിമർശിച്ചു. പരസ്യത്തിൽ തെറ്റില്ലെന്നും പത്രപരസ്യ വിവാദത്തിൽ സരിൻ പ്രതികരിച്ചു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ പരാജയത്തെക്കുറിച്ച് പ്രതികരിക്കാതെ മുതിർന്ന BJP നേതാവ് V മുരളീധരൻ. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയാണ് പാർട്ടി തന്നെ ഏൽപ്പിച്ചതെന്നും പാലക്കാട്ടെ കാര്യങ്ങൾ
പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിനോട് ചോദിക്കുന്നതാകും നല്ലതെന്നും മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പാലക്കാട്ടെ തോൽവിക്ക് പിന്നാലെ BJP ഡീൽ ആക്ഷേപത്തിൽ മലക്കം മറിഞ്ഞ് CPM. ഫലം വരും മുമ്പ് വടകര പാലക്കാട് ഡീൽ ആക്ഷേപം UDFനെതിരെ ഉന്നയിച്ച CPM ഫലം വന്നതോടെ അത് തൃശൂർ പാലക്കാട് ഡീൽ എന്ന് കളം മാറ്റി. പ്രചരണത്തിൽ പിഴച്ചെന്ന വലിയ വിമർശനം ഉയരുമ്പോഴും തീരുമാനങ്ങളെല്ലാം എടുത്തതെന്നാണ് മന്ത്രി MP രാജേഷിൻ്റെ വിശദീകരണം. ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെ പാലക്കാട് BJPയിൽ പൊട്ടിത്തെറി. സംസ്ഥാന അധ്യക്ഷൻ പാലക്കാട് തമ്പടിച്ചതുകൊണ്ട് മാത്രം വിജയിക്കാനാകില്ലെന്ന് BJP ജില്ലാ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ തരൂർ പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച സംഭവിച്ചുവെന്നും ശ്രീ കൃഷ്ണകുമാറിനെതിരെ എതിർപ്പ് ഉയർന്നപ്പോൾ നേതൃത്വം പരിഗണിക്കണമായിരുന്നുവെന്നും മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നുവെന്നും സുരേന്ദ്രൻ വിമർശിച്ചു. രാജ്യം ഭരിക്കുന്ന പാർട്ടിയായി BJP മാറിയിട്ടുണ്ടെങ്കിൽ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുന്ന പ്രവർത്തനങ്ങളെ ബാധിക്കില്ലെന്ന് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. അടിസ്ഥാന വോട്ടുകൾ നിലനിർത്താൻ ഒരു പരിധിവരെ BJPക്ക് ആയിട്ടുണ്ടെന്നും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 40,000-ത്തിലധികം വോട്ടാണ് BJPക്ക് ലഭിച്ചതെന്നും അതിനടുത്ത് വോട്ട് നിലനിർത്താൻ ഇക്കുറി കഴിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. പ്രിയങ്ക ഗാന്ധിയെ പാർലമെന്റിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്ന് DMK നേതാവ് കനിമൊഴി MP. വൻ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ജയിച്ചതിൽ വളരെ സന്തോഷമെന്ന് പറഞ്ഞ കനിമൊഴി പാർലമെന്റിലെ പ്രതിപക്ഷ ശബ്ദത്തിന് കരുത്തുകൂടുമെന്നും വ്യക്തമാക്കി. പ്രിയങ്കയുടെ ജയം ജനാധിപത്യത്തിന് നല്ലതാണെന്നും മഹാരാഷ്ട്രയിലെ ജനവിധി ഇന്ത്യ സഖ്യം അംഗീകരിക്കുന്നുവെന്നും കനിമൊഴി കൂട്ടിച്ചേർത്തു. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ CPM വിമത കൺവെൻഷൻ. ജില്ലാ സെക്രട്ടറിക്കെതിരെ പ്രതിഷേധമുയർത്തിയാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ജില്ലാ സെക്രട്ടറി സംഘടനാ മര്യാദ പാലിക്കുന്നില്ലെന്ന് ആക്ഷേപമുയർന്നിരിക്കുന്നത്. കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് 11 ബ്രാഞ്ച് സെക്രട്ടറിമാരും കൺവെൻഷനിൽ പങ്കെടുത്തു. കൊഴിഞ്ഞാമ്പാറ ലോക്കൽ സമ്മേളനം സമീപത്ത് നടക്കുമ്പോഴായിരുന്നു കൺവെൻഷൻ സംഘടിപ്പിച്ചത്. റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഇന്നു മുതൽ അപേക്ഷ നൽകാം. ഒഴിവാക്കാൻ മാനദണ്ഡങ്ങൾ ഉൾപ്പെടാത്ത കുടുംബങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിനുള്ള അപേക്ഷ ഇന്ന് രാവിലെ 11 മണി മുതൽ നൽകാവുന്നതാണ്. അപേക്ഷകൾ ഡിസംബർ 10 വൈകിട്ട് 5 മണി വരെ ഓൺലൈനായി സ്വീകരിക്കും. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.